ഹായ് സ്റ്റുഡൻസ്, ഫോർത്ത് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് യൂണിറ്റ് പേര് ദ ഹീലിംഗ് ടച്ച് എന്നാണ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുഖപ്പെടുത്തലാണ്. ഒരു ബുദ്ധിമുട്ടി പ്രയാസത്തിലിരിക്കുന്ന ഒരാളെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതിയിൽ അയാളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനെയാണ് ഒരു ഹീലിംഗ് ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഓൾഡായിട്ടുള്ള വയസ്സായിട്ടുള്ള ഒരാളെ മഴയത്ത് ഒരു കുട പിടിച്ച് സഹായിക്കുന്ന ഒരു കുട്ടിയെ, അതാണ് ഒരു ഹീലിംഗ് ടച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താഴെയായിട്ട് എമിലി ഡിക്കിൻസൻ്റെ ഒരു കോട്ടുണ്ട്. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട്, ഒരു ഹൃദയത്തെ ഒരു ബ്രേക്കിങ്ങിൽ നിന്ന്, അതായത് ഒരാളെ തൻ്റെ ജീവിതത്തിലെ ആ ഒരു സങ്കടത്തിൽ നിന്ന് തനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ, ഞാൻ എന്താണ് വെറുതെയല്ല ജീവിക്കുന്നത്, എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും. ഏതെങ്കിലും ഒരാളെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള ഒരു സങ്കടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, നമ്മൾ വെറുതെ അല്ല ജീവിക്കുന്നത് എന്നാണ് ഈ കോട്ട് കൊണ്ട് എമിലി ഡിക്കിൻസൺ ഉദ്ദേശിച്ചത്. ഇവിടെ വേറൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഹിയർ ഇസ് എൻ ഇവൻറ്റ് ഇൻ എ റണ്ണിങ് റേസ്. ഒരു ഓട്ട മത്സരത്തിനിടയിൽ നടന്നൊരു ഇവൻ്റാണ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? ഇതിലുള്ള അത്ലറ്റ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു റേസ് എവിടെയാണ് നടന്നത്? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എപ്പോഴാണ് സംഭവിച്ചത്? ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? ഈ പിക്ചറിൽ അത്ലറ്റ്സ് ഓടിക്കൊണ്ടിരിക്കുകയല്ല, അവരെന്താ ചെയ്യുന്നത്? വീണുപോയ ഒരു അത്ലറ്റിനെ മറ്റൊരു അത്ലറ്റ് സഹായിക്കുകയാണ്. ഏത് പ്രോഗ്രാമിലാണ് അല്ലെങ്കിൽ ഏതൊരു ഇവൻറ്റിലാണ് ഇത് നടന്നത്, അതുപോലെ തന്നെ ഈ അത്ലറ്റ്സ് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചാപ്റ്ററിലേക്ക് പോവാം. മൈക്കിൾ ജോർദാൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. മൈക്കിൾ ജോർദാൻ ആരായിരുന്നു? ഒരു ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്നു. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് മൈക്കിൾ ജോർദാൻ ആസ് ഹി ഫേസസ് ചാലഞ്ചസ് ഇൻ ദ ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് ലേൺസ് ലെസൺ അബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. മൈക്കിൾ ജോർദാൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു കഥയാണ്. ഇതിലൂടെ പേഷ്യൻസ്, ക്ഷമ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്കിൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത്. മൈക്കിൾ ലവ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കിൾ എന്നാണ് ബാസ്കറ്റ്ബോൾ കളിക്കാൻ അത്രയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു. Every Saturday he followed his elder brothers Larry and Ronnie to the park, hoping that they would let him play. എല്ലാ സാറ്റർഡേസിലും, ശനിയാഴ്ചകളിലും അവൻ എന്താണ്, തൻ്റെ എൽഡർ ബ്രദേഴ്സായ ലാറിയുടെയും റോണിയുടെയും കൂടെ പാർക്കിലേക്ക് പോകും. ബാസ്കറ്റ്ബോൾ കളിക്കാൻ അവർ തന്നെ അനുവദിക്കും എന്നൊരു വിശ്വാസത്തോടെ. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷേ അവിടെ എന്താണ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മാർക്ക്. അതാരായിരുന്നു? മാർക്ക് എന്ന് പറഞ്ഞൊരു ബോയ് ആയിരുന്നു. ഹീ വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ആ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ബോയ് ആയിരുന്നു മാർക്ക്. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അപ്പോൾ മാർക്ക് എപ്പോഴും മൈക്കിളിനെ കളിയാക്കുമായിരുന്നു. എന്ത് പറഞ്ഞിട്ട്? വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്. നീ വളരെ ഷോർട്ടാണ്, നീളമില്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹി ഫ്ലാപ്ഡ് ഹിസ് ആം ഇൻ മൈക്കിൾസ് ഫേസ്. ഫ്ലാപ്പ് പറഞ്ഞാൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വീശി അടിക്കുന്നതിനെയാണ്. മുഖത്തിങ്ങനെ അടിച്ചുകൊണ്ട് ഒരു കളിയാക്കുന്ന രൂപത്തിൽ പറയുകയാണ്, നീ തീരെ ഉയരില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഓവർ ഹിയർ ഷൗട്ടഡ് ലാറി. കളിയുടെ ഇടയിൽ അവർ ഷൗട്ട് ചെയ്യാണ് ഇങ്ങനെ ബോൾ വരുന്നതിനനുസരിച്ച്. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബാൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോവർ ആൻഡ് നോക്ക് ദ ബാൾ അവേ. മൈക്കിൾ കളിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ബോൾ എറിയാൻ ശ്രമിച്ച സമയത്ത് എന്താണ്, മാർക്കിൻ്റെ നീളമേറിയ കൈകൾ വന്നിട്ട് ആ ബോളിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ പ്ലെയർ ഓൺ മാർക്സ് ടീം. ആ ബോൾ എന്താണ്, മാർക്കിൻ്റെ ടീമിലുള്ള ഒരു പ്ലെയറിൻ്റെ കൈകളിലേക്ക് മാർക്ക് തട്ടുകയാണ്. ഹി മെയ്ഡ് ദ ബാസ്കറ്റ്, ദ ഗെയിം വാസ് ഓവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആ ബോൾ തട്ടി മാർക്ക് ബാസ്ക്കറ്റിലിടുകയാണ്. അങ്ങനെ ആ ഗെയിം അവിടെ കഴിയാണ്. അപ്പോൾ കളിക്കാൻ ശ്രമിക്കുന്ന മൈക്കിളിനെ മാർക്ക് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. വീട്ടിലേക്ക് എത്തുന്നതുവരെ മൈക്കിൾ എന്താണ്, സ്വയം ഇങ്ങനെ അപ്പോളജൈസ് ചെയ്ത് പോവാണ്. ഹിസ് എൽഡർ ബ്രദർ റോണി ട്രൈ ടു ചീവ് ഹിം അപ്പ്. അവൻ്റെ എൽഡർ ബ്രദറായ റോണി അവനെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുകയാണ്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെരി വെൽ ടുഡേ, ഡോണ്ട് വെറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നീ നന്നായിട്ട് കളിച്ചു, വിഷമിക്കേണ്ട, അടുത്ത ഗെയിമിൽ നമ്മൾ എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്.
When they reached home, Michael went into the kitchen where Mama was cooking dinner. വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യം ചെയ്തതെന്നാണ് കിച്ചണിലേക്ക് ഓടിപ്പോയി അവിടെ അവരുടെ അമ്മ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മ ഹൗ ക്യാൻ ഐ ഗ്രോ ടാളർ ഹി ആസ്റ്റ്. അപ്പം മമ്മയോട് ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് കുറച്ച് നീളം വെക്കാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ്. ഷീ സ്മൈൽഡ് ആൻഡ് ലുക്ക് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ് സോൾട്ട്. ചിരിച്ചുകൊണ്ട് അമ്മ പറയാണ് സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ. ഉപ്പോ എന്ന് പറഞ്ഞിട്ട് അമ്മയെ നോക്കുകയാണ്. സോൾട്ട് ഇൻ യുവർ ഷൂസ്. വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ് ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ ഷീ റിപ്ലൈഡ്. എന്നാണ് നമുക്ക് നിന്റെ ഷൂസിൽ ഉപ്പിടാം, അങ്ങനെ നീ ടോളർ ആവും എന്ന് ഒരു മറുപടി കൊടുക്കുകയാണ്. എങ്ങനെയാണ് താൻ വലുതാവുക എന്നിങ്ങനെ ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ അമ്മ അവനൊരു മറുപടി കൊടുത്തതാണ്. ഗ്രോയിങ് മോർ എക്സൈറ്റഡ് മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ മൈക്കിൾ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ്. മമ്മ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. എത്ര ദിവസം എടുക്കും ഈ ഉപ്പിട്ടിട്ട് ഞാൻ വലുതാവാൻ? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്. അതുപോലെ തന്നെ എത്രത്തോളം ടോൾ ആവാൻ പറ്റും? സ്മൈലിങ് മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. ചിരിച്ചുകൊണ്ട് അവൻ്റെ അമ്മ അവൻ്റെ അടുത്തിരുന്നാണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. ഈ കാര്യം വർക്കാവണമെങ്കിൽ നീ എന്താ ചെയ്യണം? ഒന്ന് നീ പേഷ്യൻ്റ് ആവണം, ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യമൊക്കെ നീ ലിസൺ ചെയ്യണം, കേൾക്കണം. ഓക്കെ മമ്മ ഐ വിൽ ബി പേഷ്യൻ്റ്. ഓക്കെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന് മൈക്കിൾ പറയാണ്. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ് ദാറ്റ് മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീയിങ് ടോളർ. അപ്പോൾ ഡിന്നർ കഴിച്ചപ്പോൾ അമ്മ ശ്രദ്ധിച്ചു മൈക്കിൾ ഒന്നും തന്നെ ശരിയായിട്ട് കഴിക്കുന്നില്ല. അവന് താൻ വലുതാവുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ്. താൻ വലുതായ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. മൈക്കിൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ് മമ്മ സെറ്റ്. അപ്പം മമ്മ പറയാണ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യണം. നീ പ്രോപ്പറായിട്ട് ശരിയായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ വലുതാവില്ല എന്ന് പറയാണ്. ബട്ട് ഐ ആം നോട്ട് ഹംഗ്രി. എനിക്ക് വിശപ്പില്ല എന്ന് അവൻ അമ്മയോട് തിരിച്ച് പറയാണ്. റൈസിങ് ഐ ബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അപ്പം അമ്മ എന്താണ് തൻ്റെ ഐബ്രോ ഒക്കെ ഒന്ന് ഉയർത്തി ഒരു സ്റ്റേൺ ആയിട്ടുള്ള കുറച്ച് ദേഷ്യത്തോടുള്ള ഒരു ലുക്ക് കൊടുക്കുകയാണ് അവന്. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. അപ്പം അമ്മയുടെ ആ ഒരു നോട്ടം കൊണ്ട് അവൻ എന്താണ് പെട്ടെന്ന് തന്നെ തൻ്റെ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. ജസ്റ്റ് കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പ്ലേറ്റിലെ എല്ലാ ഫുഡും അവൻ കഴിച്ച് വീണ്ടും ഫുഡിന് വേണ്ടി ചോദിക്കുകയാണ്. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. എന്നാണ് ബെഡ് ടൈം. ആ ഈവനിങ് ബെഡ് ടൈമിൽ മൈക്കിൾ എന്താ ചെയ്തത് തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂസ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. വാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗ്രോത്ത് ചാർട്ട്. ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇങ്ങനെ അളക്കുന്ന ആ ഒരു ചാർട്ടിൻ്റെ അടുത്തായിട്ട് ഫ്ലോറിൽ ഷൂ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ് സെഡ് ഹിസ് പ്രേയേഴ്സ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ ബെഡ്. താൻ ഉറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണ്. തൻ്റെ സ്ലീപ്പിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ബെഡിലേക്ക് ചാടുകയാണ്. വെൻ മമ്മ കെയിം ഇൻ മൈക്കിൾ വാസ് ഫാസ്റ്റ് സ്ലീപ്പ്. മമ്മ റൂമിലേക്ക് വന്നപ്പോൾ മൈക്കിൾ എന്താണ് ഓൾറെഡി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മാമ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. തൻ്റെ ബെഡിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് മാമ എന്ത് ചെയ്തു അവൻ്റെ ഷൂസിലേക്ക് അവൻ റെഡിയാക്കി വെച്ച ആ ഗെയിം ഷൂസിലേക്ക് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യാണ്. ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ്റെ ഷൂസ്, അതുപോലെ തന്നെ ആ ഒരു ഗ്രോത്ത് ചാർട്ട് എത്രത്തോളം ഹൈറ്റ് വന്നു എന്ന് മെഷർ ചെയ്യാനുള്ള ആ ചാർട്ടും പിന്നെ മമ്മ സോൾട്ട് ഇങ്ങനെ ഇടുന്നതും. After that night, Michael wore his favorite game shoes and he felt the presence of salt under his feet. അപ്പം എന്താണ് പിറ്റേ ദിവസം അവൻ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂസൊക്കെ ഇട്ട് പോവാണ്. അപ്പോൾ ആ ഷൂസിൻ്റെ അടിയിലായിട്ടുള്ള ആ ഒരു ഉപ്പിൻ്റെ പ്രസൻസ് അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാലുകൊണ്ട് ഷൂസിൽ ചവിട്ടുമ്പോൾ. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അവൻ എന്താണ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തോന്നുകയാണ്. വിയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. അവർ ഷൂസ് ഇട്ടിട്ട് അവൻ എല്ലായിടത്തും പോയി, പക്ഷേ തൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ ആ പാർക്കിലേക്ക് പോകുന്നത് അവൻ നിർത്തുകയാണ്. ഇൻസ്റ്റഡ് ഹി സ്റ്റേയ്ഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. പകരം എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ബാക്ക് ടു ദ പാർക്ക്. താൻ കുറച്ചുകൂടെ നീളം കൂടിയിട്ട് ഇനി ആ പാർക്കിലേക്ക് പോകൂ എന്നുള്ള രീതിയിൽ അവൻ എന്താണ് വീട്ടിൽ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യാണ്.
After 2 months of practicing and waiting patiently, Michael stood next to the growth chart on his wall. ഏകദേശം 2 മാസം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ പേഷ്യൻ്റ്ലി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മൈക്കിള് ആ ഒരു ഗ്രോത്ത് ചാർട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് നിൽക്കുകയാണ്. ഹി ഹാഡിൻ ഗ്രോൺ ആൻ ഇഞ്ച്. അവനെന്താണ് 1 ഇഞ്ച് പോലും വളർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഉയരം ഒട്ടും കൂടിയിട്ടൊന്നുമില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഇത് കണ്ടപ്പോൾ ആൾക്ക് എന്താണ് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ഒരിക്കലും തൻ്റെ ഒരു ഹാർഡ് വർക്ക് അവൻ സ്റ്റോപ്പ് ചെയ്തില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മാമ സെറ്റ്. മമ്മ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവൻ സ്വയം പറയാണ്. മൈക്കിൾ തോട്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് ഹീ ഡിഡ്. അതായത് താൻ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് അവൻ്റെ പ്രാക്ടീസൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 more months of practice went by and still nothing. അങ്ങനെ 2 മാസം കൂടെ അവൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ നത്തിങ്. അവൻ്റെ ഹൈറ്റ് കൂടിയിട്ടൊന്നുമില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. ഇപ്പോൾ വീണ്ടും ഒരു 2 മാസം കടന്നു പോയി. ഹൈറ്റിൽ ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ട് അവൻ ഒന്നുകൂടെ സാഡ് ആവുകയാണ്. കുറച്ചുകൂടെ സങ്കടം വരാൻ തുടങ്ങുകയാണ്. നെക്സ്റ്റ് സൺഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈഡ് ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക് ബട്ട് ഹീ വുഡിൻ ബഡ്ജ്. പിന്നത്തെ സൺഡേയിൽ തൻ്റെ ബ്രദേഴ്സ് അവനെ ആ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്യാണ്. ബട്ട് ഹീ വുഡിൻ ബഡ്ജ്. പക്ഷെ അവൻ ഒട്ടും സമ്മതിക്കുന്നില്ല. അവർ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് താനില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് അവൻ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. മമ്മ ഹാഡ് ബിഗാൻ ടു വെറി. ഇത് കണ്ടപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ആശങ്ക തോന്നി തുടങ്ങി. വെൻ ഷീ സോ മൈക്കിൾ സിറ്റിംഗ് അലോൺ ഓൺ ദ സ്റ്റെപ്സ് ഷീ ടോൾഡ് ഡാഡി മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടാക്ക് ടു ഹിം. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വീടിൻ്റെ മുമ്പിലെ സ്റ്റെപ്പിലിരിക്കുന്ന കണ്ടപ്പോൾ അമ്മ ഡാഡിയുടെ അടുത്ത് അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് പോയി പറയാണ്, നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കൂ എന്ന് പറയാണ്. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കിൾ. അങ്ങനെ ഡാഡി പുറത്ത് വന്ന് മൈക്കിളിൻ്റെ കൂടെ ഇരിക്കുകയാണ്. പിക്ചറിൽ കാണാൻ പറ്റും മൈക്കിളിനെയും അവൻ്റെ ഡാഡിയെയും. What's wrong dear? You haven't gone to the park with your brothers for a while now. Are you okay? എന്താണ് നിനക്ക് പറ്റിയത്? നീ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിൽ പോകുന്നില്ലല്ലോ. നീ ഓക്കെ ആണോ എന്ന് ഡാഡി ചോദിക്കുകയാണ്. മൈക്കിൾ ഡിഡിൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. ആദ്യം അവന് ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി ആൻഡ് സെഡ്. പിന്നീട് ഡാഡിയെ നോക്കിയിട്ട് അവൻ പറയാണ്, ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടാളർ ബൈ നൗ. ഞാൻ വിചാരിച്ചു ഇത്രയും സമയമാകുമ്പോഴേക്കും ഞാൻ കുറച്ചെങ്കിലും നീളം വെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഐ ഡിഡ് എവറിത്തിങ് മമ്മ ടോൾഡ് മീ ടു ഡു ബട്ട് നത്തിങ് ഹാപ്പൻ. മമ്മ എന്നോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഹൈറ്റ് കൂടിയില്ല എന്ന് സങ്കടത്തോടെ അവൻ ഡാഡിയോട് പറയാണ്. മൈക്കിൾ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. അപ്പോൾ ഡാഡി ചോദിക്കുകയാണ്, മൈക്കിളെ നിനക്ക് എന്തിനാണ് ഉയരം കൂടണം എന്ന് ആഗ്രഹിക്കുന്നത്? നീ എന്തിനാണ് നീളം കൂടണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇഫ് ഐ വർ ടോളർ ഐ കുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. മൈക്കിൾ ആൻസേർഡ്. മൈക്കിൾ എന്ന് പറയുന്നത്, ഞാൻ കുറച്ചുകൂടെ ഉയരമുണ്ടെങ്കിൽ ഞാനൊരു നല്ല പ്ലെയർ ആവുമായിരുന്നു, അതുപോലെ തന്നെ തൻ്റെ ടീമിനെ വിജയിക്കാൻ എനിക്ക് സഹായിക്കാനും പറ്റുമായിരുന്നു എന്ന് പറയാണ്. But you are a great player son and you already have everything it takes to be a winner right in here. പക്ഷെ അച്ഛൻ എന്താ പറയുന്നത്, നീ ഓൾറെഡി ഒരു നല്ല പ്ലെയർ ആണല്ലോ, അതുപോലെ തന്നെ ഒരു നല്ല പ്ലെയറായി ഒരു മാച്ച് ജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയാണ്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് അവനൊരു കോൺഫിഡൻസ് നൽകുകയാണ്. ബീയിങ് ടാളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. അപ്പോൾ ഡാഡി എന്താ പറയുന്നത്, ടോളർ കുറച്ചുകൂടെ നിങ്ങളുണ്ടെങ്കിൽ മേ ബി നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരിക്കലും താൻ ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ നിൻ്റെ ബെസ്റ്റ് ആ ഒരു കളിക്ക് വേണ്ടി നീ നൽകുന്നതിൻ്റെ അത്രയൊന്നും നീളം എന്ന് പറഞ്ഞൊരു ഫാക്ടറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഡാഡി അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. തൻ്റെ ആ ഒരു കഠിനാധ്വാനവും ആ ഒരു ഡിറ്റർമിനേഷനും താൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസും ഒക്കെയാണ് തന്നെ ഒരു റിയൽ വിന്നർ ആക്കുക, ഒരിക്കലും തൻ്റെ നീളമല്ല എന്ന് ഡാഡി അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മൈക്കിൾ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. ഡാഡി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൻ ഏകദേശം ഒരു മിനിറ്റ് ഇരുന്ന് ആലോചിക്കുകയാണ്. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. എന്നിട്ട് എന്താണ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് അവിടുന്ന് ഓടിപ്പോവാണ്. വേർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അവൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ ഡാഡി ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, എവിടേക്കാണ് നീ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ ആം ലേറ്റ്. മൈക്കിൾ യെൽഡ് ബാക്ക്. അപ്പോൾ ഉറക്കെ അലറി വിളിച്ച് അവൻ തിരിച്ച് പറയണം, എനിക്കിന്നൊരു ഗെയിം ഉണ്ട്, ഞാൻ ഓൾറെഡി ലേറ്റാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പാർക്കിലേക്ക് ഗെയിം കളിക്കാൻ അവൻ ഓടുകയാണ്.
വെൻ മൈക്കിൾ റീച്ച് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. മൈക്കിൾ എന്താണ് പാർക്കിലെത്തിയപ്പോൾ ഗെയിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ ആൻഡ് ഹി ഡിഡ്. താൻ എന്താണ് ആ ഒരു പാർക്കിൻ്റെ സൈഡിലുള്ള ബെഞ്ചിലിരിക്കുകയാണ്, ഒരു ചാൻസ് കിട്ടും കളിക്കാൻ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി. ആൻഡ് ഹി ഡിഡ്, അങ്ങനെ അവന് ചാൻസ് കിട്ടുകയാണ്. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ് വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ മൈക്കിൾസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. അപ്പോൾ എന്താണ് ഗെയിം ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിളിൻ്റെ ടീമിലുള്ള ജോൺ എന്ന് പറഞ്ഞൊരു ബോയ് പരിക്ക് പറ്റി പുറത്താവുകയാണ്. ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. അപ്പോൾ അവൻ്റെ ആ ഒരു ചാൻസ് വരികയാണ്. ഒരാൾ പരിക്ക് പറ്റി പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മൈക്കിളിന് കളിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണ്. മൈക്കിൾ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് ദേ ഗാദേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. അപ്പോൾ ടീമിലെ മെമ്പേഴ്സൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ അവൻ എന്താണ് തൻ്റെ ടീമുമായിട്ട് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ദ ഗെയിം ഇസ് ടൈഡ്, ഓൾ വി നീഡ് ഇസ് 1 point. അപ്പോൾ എന്താണ് ഇനി വേണ്ടത്, വിൻ ചെയ്യാൻ വേണ്ടത് ഒരു പോയിൻ്റാണ്. ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? ആർക്കാണ് ഈ ഷോട്ട് എടുക്കേണ്ടതെന്ന് റോണി ചോദിക്കുകയാണ്. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡിറക്ഷൻ ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ. മൈക്കിൾ സെറ്റ് ഐ വിൽ ഡു ഇറ്റ്. ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് റോണി എന്താണ് മൈക്കിളിന് നേരെയാണ് നോക്കുന്നത്. മൈക്കിൾ എന്താണ് നല്ല കോൺഫിഡൻസോടെ പറയാണ്, ഐ വിൽ ഡു ഇറ്റ്, ഞാൻ എടുത്തോളാം എന്ന് പറയാണ്. When the whistle blew, the game restarted. Mark began to pick on Michael as usual. ഗെയിം തുടങ്ങിയപ്പോൾ എന്താണ് വിസിലടിച്ചു, ഗെയിം തുടങ്ങി. എന്നത്തെയും പോലെ തന്നെ മാർക്ക് എന്താണ് ആ ഒരു മൈക്കിളിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അവനെ തകർക്കാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാർക്ക് മൈക്കിളിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. സ്റ്റിൽ ട്രൈയിങ് ടു പ്ലേ വിത്ത് ബിഗ് ബോയ്സ്. മാർക്ക് ടൗണ്ടഡ്. മാർക്ക് അവനെ കളിയാക്കിയോണ്ട് ചോദിക്കുകയാണ്, നീ ഇപ്പോഴും വലിയ കുട്ടികളൊപ്പം കളിക്കുകയാണില്ലേ, നീ ചെറുതാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവനെ കളിയാക്കുകയാണ്. ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. മൈക്കിൾ എന്താണ് അവൻ പറയുന്ന കാര്യത്തെ ശ്രദ്ധിച്ചത് പോലുമില്ല. Taller or not, he had been practicing and today he was determined to win. അപ്പോൾ അവൻ എന്താ വിചാരിച്ചത്, ടോളർ ഓർ നോട്ട്, നീളമുണ്ടോ ഇല്ലേ എന്ന് നോക്കണ്ട, ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എന്തായാലും വിൻ ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അവൻ കളിക്കുന്നത്. മാർക്കിൻ്റെ കളിയാക്കലുകളൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. ലാറി ത്രൂ ദ ബാൾ ടു മൈക്കിൾ. ലാറി എന്താണ് മൈക്കിളിന് ബോൾ എറിഞ്ഞു കൊടുക്കുകയാണ്. മൈക്കിൾ കോട്ട് ഇറ്റ് ആൻഡ് ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. മൈക്കിൾ എന്താണ് ആ പന്ത് പിടിച്ച് ബൗൺസ് ചെയ്യാനാണ് പന്ത് കൊണ്ട് ഇങ്ങനെ ചാടുമല്ലോ. അതിനുശേഷം ദെൻ ടുക്ക് ഓഫ്. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മാർക്ക് ഫോളോഡ് ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ എന്താണ് മാർക്ക് മൈക്കിളിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മൈക്കിൾ എന്താ ചെയ്യുന്നത്, ബോൾ തൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ മാർക്കിന് ബോൾ വിട്ടുകൊടുക്കുന്നില്ല. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കിൻ്റെ ബാക്കിലായിട്ട് നിന്നിട്ട് അവൻ ബോൾ എറിയാണ്. ദ ബോൾ ആർക്ക്ഡ് ഫാർ അബവ് ഹിസ് ഒപ്പോണൻസ് ഹാൻഡ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. എന്നിട്ട് ആ ബോൾ എന്താണ് ഒരു ആർക്ക് പോലെ പൊങ്ങി ആ ഒരു ബാസ്ക്കറ്റിലേക്ക് വീഴാണ്. 2 points. The game was over. Michael's team had won. അങ്ങനെ എന്താണ് അവർക്ക് 2 point കിട്ടി. മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. ആ ഗെയിം അവസാനിക്കുകയാണ്. അവർ ഗെയിം അവസാനിച്ച ആഹ്ലാദത്തിൽ, വിജയിച്ച ആ ഒരു ആഹ്ലാദത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. മൈക്കിൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ കാരണം തൻ്റെ ടീം വിജയിക്കുന്ന ആ ഒരു നിമിഷം വന്നു അവൻ്റെ ജീവിതത്തിലേക്ക്. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, മൈക്കിൾ ടുക്ക് ഓഫ് ആൻഡ് ഡിഡിൻറ്റ് സ്റ്റോപ്പ് അണ്ടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവൻ എന്താണ് നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. എവിടെ നിന്നില്ല, വീട്ടിലെത്തുന്നത് വരെ അവൻ ഓടുകയാണ്. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. ആ ഒരു ഡോറിലൂടെ ഇടിച്ച് കയറി വീടിനുള്ളിലെത്തിയിട്ട് അവൻ ഷൗട്ട് ചെയ്യാണ്, അലറി വിളിച്ച് പറയാണ്, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മോം, ഐ ഡിഡ് ഇറ്റ്, ഞാനത് ചെയ്തു. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗോയ്സ് ഹെഡ് ആൻഡ് വി വൺ ദ ഗെയിം. ആ ഒരു ടീമിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു ബോയിൻ്റെ മുകളിലൂടെയാണ് ഞാൻ പന്ത് എറിഞ്ഞത്, എന്നിട്ട് ഞങ്ങളെ ടീം വിജയിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടുകൂടി അവൻ പറയാണ്. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം റോണി ആൻഡ് ലാറി ജോയിൻ ദ സെലിബ്രേഷൻ. അവൻ്റെ പുറകെ അവൻ്റെ റോണിയും ലാറിയും ഓടി വന്നിട്ട് എന്താണ് അവരുടെ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്, യു വൺ ദ ഗെയിം ഫോർ അസ്. അവരവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ ലിറ്റിൽ ബ്രദർ, നീ അത് ചെയ്തു, നീയാണ് ഈ ഒരു ഗെയിമിൽ ഞങ്ങളെ വിജയിക്കാൻ സഹായിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. ആ ദിവസത്തിന് ശേഷം എന്താണ് മമ്മ മൈക്കിളിൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തി.
ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യൻറ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷേ എന്താണ്, മൈക്കിൾ ക്ഷമയോടെ കാത്തിരിക്കാനും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നതും ഒരിക്കലും നിർത്തിയില്ല. അപ്പോൾ അമ്മ ആ ഒരു സോൾട്ട് ഇട്ടു എന്നതിലല്ല, അവൻ്റെ ആ ഒരു പേഷ്യൻസും അതുപോലെ തന്നെ അവൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് അവൻ ആഗ്രഹിച്ച ആ ഒരു വിജയം നേടാൻ സാധിച്ചത്. Let's look at the author. Dolores Jordan is the mother of the best known basketball player Michael Jordan. She has established multiple charities. ഡിലോറിസ് ജോർദാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറായ മൈക്കിൾ ജോർദാൻ്റെ മദറാണ്. ദെൻ റോസ്ലിൻ എം ജോർദാൻ ഇസ് മൈക്കിൾ ജോർദാൻസ് സിസ്റ്റർ ആൻഡ് കോ ഓതർ ഓഫ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് വിത്ത് ഡിലോറിസ് ജോർദാൻ. അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്ററാണ് റോസ്ലിൻ എം ജോർദാൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്, ഈ മദറും സിസ്റ്ററും ഒരുമിച്ചാണ് ഈ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അവനെക്കുറിച്ച്, മൈക്കിളിനെ കുറിച്ചുള്ള ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് അവൻ്റെ അമ്മയും അവൻ്റെ സിസ്റ്ററുമാണ്. ഈ സ്റ്റോറിയുടെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ തന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസും നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ, കീപ് വാച്ചിങ്.